എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മലയാളം വെബ് പരമ്പരയുടെ 1766 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ സ്മിത രഘുനന്ദനൻ ആണ്. ഡോക്ടർ സ്മിത രഘുനന്ദനൻ എടുക്കുന്ന ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സ്മിത രഘുനന്ദനൻ നമുക്ക് ക്ലാസ്സുകൾ നേരത്തെയും എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡോക്ടറുടെ വിഷയം ചിറ്റ് ചാറ്റ്, കേസ് എടുക്കുന്നതിന്റെ മറ്റൊരു മുഖം, വ്യത്യസ്തമായ ഒരു പേരിലാണ് ഡോക്ടർ ക്ലാസ്സുമായി എത്തുന്നത്. അപ്പോ നമുക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടറുടെ ഇന്നത്തെ വ്യത്യസ്ത വിഷയവുമായിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഡോക്ടർ സ്മിതയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ക്ലാസ് തുടങ്ങാൻ ഡോക്ടറെ ഒരു മിനിറ്റ്. എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ മാസ്റ്ററായ ഡോക്ടർ സാമുവൽ ഹനുമാൻ നമ്മെ വിട്ടുപോയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ മരണ ദിനം കൂടിയാണ്. അപ്പോൾ ഈ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാനുമായി നമുക്ക് ഒരു മിനിറ്റ് പ്രത്യേകം ഡോക്ടർ സ്മിതയ്ക്ക് പ്രത്യേക ഒരു ഭാഗ്യം കൂടിയുണ്ട്. ഇന്നത്തെ ആ പ്രത്യേക ദിവസത്തിൽ തന്നെ ക്ലാസ് എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. താങ്ക് യു ശൈല ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ ധനേഷ്. സോ ഞാനപ്പോൾ ആലോചിക്കായിരുന്നു ഡോക്ടറുടെ ക്യാമറ ഒന്ന് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാവും. കുറച്ച് ഭാഗമേ കാണാൻ പറ്റുന്നുള്ളൂ. കാണുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കാണാം. ഓക്കെ ചിറ്റ് ചാറ്റ് സെഷൻ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കുറച്ച് പേര് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് തുടങ്ങണോ അതോ? അല്ല, ഡോക്ടർക്ക് ആദ്യമായി കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആമുഖമായി പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഷെയർ ചെയ്യട്ടെ. ഷെയറിംഗ് ഓക്കെ. ഷെയർ ഓപ്ഷനിൽ അത് കൊടുത്താൽ മതി. ഡോക്ടർ കോഹോസ്റ്റ് ആയി നോക്കിക്കോട്ടെ. കോഹോസ്റ്റ് ആണെങ്കിൽ ഡോക്ടർക്ക് ചെയ്യാം. കോഹോസ്റ്റ് ആണല്ലോ. ഷെയറിംഗ് വന്നിരിക്കണല്ലോ അല്ലെ? ഷെയർ ചെയ്യാം. ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഷെയർ പച്ച ആരോ താഴെ ചുവടെ ഒരു വന്നല്ലോ. അപ്പോ ഫസ്റ്റ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കേസ് ടേക്കിംഗ് എന്നുള്ളത് ഓർഗനോണിൽ വളരെ വിശദമായിട്ട് നമ്മുടെ ഡോക്ടർ ഹാനുമാൻ സർ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു കേസ് മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. പേഷ്യൻസിന്റെ ഡിസീസ് സിംറ്റം ഉണ്ടാവും, അതുപോലെ പാസ് ഹിസ്റ്ററി കുറെ ഉണ്ടാവും, ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, അതുപോലെ അവരുടെ മെന്റൽ സിംറ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം മെന്റൽ സിംറ്റംസ് കുറെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരു കേസ്? ഇത് വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ജൂനിയർ ഡോക്ടേഴ്സിനും പലപ്പോഴും ഹൗ ടു സ്റ്റാർട്ട്, എവിടുന്ന് തുടങ്ങണം ഒരു കേസ്? 4-5 പേജസ് നമുക്ക് ചിലപ്പം കേസ് ടേക്കിങ്ങിൽ അവരുടെ ഡാറ്റാസ് ഉണ്ടാവും, ഒരുപാട് ഡാറ്റാസ്. അതിപ്പം ഫിസിക്കൽ സിംറ്റംസ് ആണെങ്കിലും മെന്റൽ സിംറ്റംസ് ആയിട്ടുണ്ടാവും. ഈവൺ അക്യൂട്ട് കേസസിൽ ഉണ്ടാവും കുറെ അധികം സിംറ്റംസ്, ക്രോണിക് കേസസിൽ ഉണ്ടാവും. ഹൗ ടു പ്രൊസീഡ്, എങ്ങനെയാണ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ മാസ്റ്റർ പറഞ്ഞ രീതിയിൽ സിമ്പിൾ ഡോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? അപ്പോൾ എനിക്ക് ശങ്കരൻ സാറിന്റെ ഒരു കേസ് ടേക്കിങ്ങിൽ ഞാൻ പലപ്പോഴും ക്ലിനിക്കിൽ യൂസ് ചെയ്യാറുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഇപ്പൊ നമ്മളൊരു കേസ് ടേക്കിംഗ് അല്ലെങ്കിൽ നമ്മളൊരു അനാലിസിസ് ഇവാലുവേഷൻ ആ ഒരു ഘട്ടത്തിൽ കിടക്കുമ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും വേണം, ഒരു എൻഡിങ് പോയിന്റും വേണം. എന്തായിരിക്കും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടത്, എന്തായിരിക്കും ഒരു എൻഡ് സ്റ്റേജ്? അപ്പൊ കുറെ ഇൻഫോർമേഷൻസിലല്ല നമ്മൾ ടു ദി പോയിന്റ് കേസ് എടുക്കാൻ. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഡോക്ടേഴ്സിനോടും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷനിലൊക്കെ വരാറുള്ളത് എന്താ വെച്ചാൽ, കേസ് ടേക്കിംഗ് വലിയൊരു പ്രോസസ് അല്ലേ. അപ്പൊ അതിൽ നിൽക്കാതെ നമുക്ക് കുറെ അധികം ഇന്ന അസുഖത്തിന് ഇന്ന മെഡിസിൻസ് അങ്ങനെ നമുക്ക് പഠിക്കാം. ഇങ്ങനെ പല തരം നമുക്ക് അഭിപ്രായങ്ങൾ വരാറുണ്ട്.
അപ്പൊ ഒരു ടീം കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇപ്പൊ ശങ്കർ സാറിന്റെ ഒരു ടീച്ചിങ്സ് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമ്മള് ക്ലിനിക്കുകളിൽ ഉപയോഗിക്കാവുന്ന കേസ് ടേക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഇവിടെ പറയാം. കുറച്ച് പേർക്ക് അത് സ്ഥിരമായിട്ട് കേൾക്കണതായിരിക്കും, എങ്കിലും ഞാൻ ഒന്നും കൂടിയും പറയാം. അപ്പൊ നമുക്കൊരു കേസ് വരുമ്പോ ഒന്ന് അക്യൂട്ട് കേസ് എന്നുള്ള ഒരു ലെവലില്, പിന്നെ ക്രോണിക് കേസസ്. അപ്പോൾ അക്യൂട്ട് കേസസിൽ നമുക്ക് കുറെ ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പൊ അതിൽ PQRS എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കോസേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പല കാര്യങ്ങളും പല മാസ്റ്റേഴ്സ്, പല ബുക്സ്, പല സ്കൂൾസ് ഓഫ് ഹോമിയോപ്പതി അല്ലെങ്കിൽ പല കോളേജുകളിൽ പല തരത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാന് അധികം ബോഗറും പതക്കും അക്യൂട്ട് കേസസിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി ഒരു വാസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഇല്ല, പക്ഷെ ഉള്ള മെഡിസിൻസ് വളരെ പക്ക മെഡിസിൻസ് എന്ന് വെച്ചാൽ വളരെയധികം പ്രൂവ്ഡായിട്ട്, അല്ലെങ്കിൽ ഒരു 50 കൂടുതൽ കേസുകളിൽ അവര് ഉറപ്പാണ് ഈ സിംറ്റത്തിന് ഇന്ന മെഡിസിൻ കൊടുക്കാം എന്നുള്ളൊരു ആ ഒരു ലെവലില് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെപ്പർട്ടറീസ്. അപ്പൊ ബോഗർ റെപ്പർട്ടറിയും പതക് റെപ്പർട്ടറിയും അക്യൂട്ട് കേസസിൽ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ബോഗർ റെപ്പർട്ടറിയില് എങ്ങനെയാണ് ഒരു കേസ് തുടങ്ങേണ്ടത്, നമുക്ക് അക്യൂട്ട് കേസസ് കൂടുതലായിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് വരണ്ടേ, ഏത് സിംറ്റത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം? കാരണം നമുക്ക് ഒരു ഗ്രേഡിംഗ് ഉണ്ടല്ലോ റെപ്പർട്ടറിയില്. അപ്പൊ വെറുതെ കുറച്ച് സിംറ്റംസ് ആഡ് ചെയ്യല്ലാതെ എങ്ങനെയാണ് ആ ഒരു കേസിന് പ്രൊസീഡ് ചെയ്യുക, ഏത് സിംറ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, മൈൻഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് ബോഗർ സിനോപ്റ്റിക്കില് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയാറുണ്ട്. അപ്പൊ അത് ആ ഒരു സംഭവം, ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുറെ അധികം സിംറ്റത്തിൽ നിന്ന് ഏത് സിംറ്റം ഞാൻ റെപ്പർട്ടറൈസ് ചെയ്യണം, ഏതിന് പ്രാധാന്യം കൊടുക്കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ കേസ് ടേക്കിങ്ങിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ. കേസ് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിലും യൂസ് ചെയ്യും. ഇപ്പൊ അലോപ്പതിക്കാരാണെങ്കിൽ ഡാറ്റ കളക്ഷന്. അപ്പൊ അതെന്തിനാ അവർ യൂസ് ചെയ്യുക? ഒന്ന്, ഫസ്റ്റ് പേഷ്യന്റ് ആയിട്ടൊരു റേപ്പോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. 2, ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, അതുപോലെ ഡിസീസിന്റെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടാൻ, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധിക്കണോ. നമ്മുടെ ഒരു ഹോമിയോപ്പതിക് ഫീൽഡിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. മയാസ്മാറ്റിക് പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ കൂടുതലായിട്ട് ആ ഒരു ലെവലിൽ ചിന്തിക്കണോ കേസ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് തോട്ട് പ്രോസസ്സ് വരുമ്പോൾ നമുക്കൊരു ചാർട്ട് ഉണ്ടായാൽ കുറച്ചുകൂടി ഈസി ആവും തോന്നി. അപ്പൊ ഞാനിപ്പോ ഇതൊരു 10-15 കൊല്ലമായിട്ട് അക്യൂട്ട് കേസസ് വരുമ്പോൾ കീപ്പ് ചെയ്യണം, ക്ലിനിക്കിൽ കീപ്പ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് കേട്ടോ. ഒന്നുമല്ല, ബോഗർ സിനോപ്റ്റിക്കയില് അവർ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പം ശങ്കര സാറിന്റെ ഒരു മെത്തേഡ് ഓഫ് കേസ് ടേക്കിംഗ് ആണെങ്കിൽ അദ്ദേഹം ഒരു 6 to 7 ലെവലില് കേസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു കേസിനെ അപ്രോച്ച് ചെയ്യാം എന്നാണ് പറയാറ്. ഫസ്റ്റ് എന്താ വെച്ചാല് ലെവൽ 1. സോറി കേട്ടോ, എനിക്ക് PPT ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല, അപ്പൊ ഞാനത് എഴുതി കാണിക്കണം. സോ ഫസ്റ്റ് ലെവൽ 1 നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ലെവൽ 1 എന്ന് വെച്ചാല് പെത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പൊ ഡയബറ്റിസ് വന്നാൽ അതിനുള്ള മെഡിസിൻസ്, പിന്നെ ഒരു ആർത്രൈറ്റിസിനുള്ള മെഡിസിൻസ്, ഫീവർ വന്നു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഏത് ടൈപ്പ് ഫീവർ അതനുസരിച്ചിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ ലെവൽ 1 എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ ബോറിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 2-3 പെത്തോളജി ഉണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അതിൽ എല്ലാവരും നല്ല എക്സ്പേർട്ട് ആയിരിക്കും. നമ്മുടെ ഈ കേരളത്തിൽ എന്തായാലും നല്ലോണം നമുക്ക് അറിയുന്ന വിഷയമായിരിക്കും. ഇനി ലെവൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഡിസീസ് ലെവല് പ്ലസ് മൊഡാലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ബാക്കി കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് ആ പെർട്ടിക്കുലർ ഡിസീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഡിസീസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അഗ്രവേഷൻ, അമിഗ്രേഷൻ, കോസേഷൻ, അങ്ങനെ. അപ്പൊ ഈ ഒരു ലെവല് കുറെ അധികം പേര് പ്രാക്ടീസ് ചെയ്യണതുമാണ്. നമ്മൾ കുറെ അധികം ഈ ഒരു ലെവലിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്.
അപ്പൊ ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് എന്താന്ന് വെച്ചാൽ ഏത് മോഡാലിറ്റി പ്രാധാന്യം കൊടുക്കണം, അഗ്രവേഷന് കൊടുക്കണോ, അമിലേഷന് കൊടുക്കണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം പറയും, വെതർ പറയും. അപ്പൊ ഏതിന് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അതിൽ എനിക്ക് വളരെയധികം ഒരു സഹായിച്ചിട്ടുള്ള ഒരു ടൂളാണ് ഇത്. അപ്പൊ ഇത് ഞാൻ ഈ ലെവൽ 2 എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ബോഗ് സിനോപ്റ്റിക്കിലെ ഈ ഒരു ചാർട്ട് കേട്ടോ. ഈ ചാർട്ടില് പറയുന്നത് എന്താന്ന് വെച്ചാല് ഏറ്റവും ഇമ്പോർട്ടന്റ്, മോസ്റ്റ് വൈറ്റൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആദ്യം കോസേഷൻ. മൊഡാലിറ്റിയിൽ ആദ്യം കോസേഷൻ. അപ്പോൾ നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസീസിന്റെ കോസേഷൻ കിട്ടുകയാണെങ്കിൽ, കോസേഷൻ കിട്ടുകയാണെങ്കിൽ അത് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ദെൻ ടൈം ഇപ്പോൾ 9 AM 9 PM നൂൺ അല്ലെങ്കിൽ ആ ഒരു ടൈം കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മൂന്നാമത്തത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ വെതർ ചേഞ്ചസ്. ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് വെതർ ചേഞ്ചസ്. നമുക്കറിയാലേ ഡൾ ക്യാമറയ്ക്ക് ഒരു സീസണിൽ നട്ട് സെൽഫൊക്കെ കൊടുക്കുമല്ലോ. ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓപ്പൺ എയർ അല്ലെങ്കിൽ ക്ലോസ്ഡ് എയർ വെച്ചിട്ടുള്ള ഒരു അഗ്രവേഷൻ അമിലേഷൻ ഉണ്ടല്ലോ. ഓപ്പൺ എയർ, ക്ലോസ്ഡ് എയർ, അങ്ങനത്തെ ആ ഒരു സിംറ്റംസ്. ഓപ്പൺ എയർ അവർ പറയുന്നത് ഓപ്പൺ എയർ എന്നുള്ളത് തന്നെയാണ്. ഇനി പിന്നത് അഞ്ചാമത്തെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് പോസ്ചർ. പിന്നെ ആറാമത്തത് ബീയിങ് എലോൺ. ഞാൻ ഈ ഒരു ചാർട്ടിലുള്ളത് അങ്ങനെ തന്നെ എഴുതുന്നതാണ്, ബീയിങ് എലോൺ. ദെൻ 7th ലെവലിൽ വരുന്നത് മോഷൻ. 8th ലെവലിൽ വരുന്നത് സ്ലീപ്പ്. 9th ലെവലിൽ വരുന്നത് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. മനസ്സിലാവുണ്ടോ ഞാൻ എഴുതുന്നത്? 10th ലെവലിൽ വരുന്നതാണ് ടച്ച്. 11th പ്രഷർ ആൻഡ് 12th ഡിസ്ചാർജസ്. സോ നമ്മൾ ഈ ഒരു കേസ് എടുക്കുമ്പോൾ അധികം അക്യൂട്ട് കേസസ് ആണ് കേട്ടോ കൂടുതലായിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ഒരു 12 കാര്യങ്ങളിൽ ഓരോന്നിനും എന്ന് വെച്ചാൽ അതൊരു ആ ലെവൽ അനുസരിച്ച് തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ ചെലുത്താതെ, അതിൽ തന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും ഒരുപാട് പ്രഷർ ചെലുത്താതെ ചോദിക്കുക പേഷ്യൻസിനോട്. അപ്പൊ ഇതിൽ തന്നെ അവര് പെട്ടെന്ന് പറയുന്ന സിംറ്റംസ് നമ്മൾ ചോദിക്കാതെ അവർ തന്നെ പറയുന്ന സിംറ്റംസിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെയുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ് മെന്റൽ സ്റ്റേറ്റ്. അപ്പൊ മെന്റൽ സ്റ്റേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് സിംറ്റംസ് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സിംറ്റംസ് അറിയാം, എന്ത് ചെയ്യും. നെക്സ്റ്റ് ലെവലിൽ വരുന്നത് മെന്റൽ സിംറ്റംസിൽ ഏതൊക്കെ പ്രാധാന്യം കൊടുക്കണം. എഗെയിൻ ഞാൻ പറയാണ്, അക്യൂട്ട് കേസസിന്റെ കാര്യമാണ് പറയണത്. മെന്റൽ സ്റ്റേറ്റിൽ എന്തൊക്കെ പ്രാധാന്യം കൊടുക്കണം എന്ന് വെച്ചാൽ ഇറിറ്റബിലിറ്റി, സാഡ്നെസ് ഓർ ഫിയർ. ഇത്രയും ഫാക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാം. സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൻസേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ കുറച്ച് സെൻസേഷൻസിന്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് പറയുന്നത് ബേണിംഗ്, ക്രാമ്പിംഗ്, കട്ടിംഗ്, bursting, soreness, throbbing and thirst. ഇതിൽ ഈ സെൻസേഷൻസിൽ ഏതാണോ പ്രാധാന്യം അല്ലെങ്കിൽ പേഷ്യന്റ് പറയുന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇതല്ലാതെ ഒരുപാട് അതർ സിംറ്റംസ് പറയാം, പക്ഷെ ഈ ഇത്രയും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന ഓർഡറാണ് നാലാമത്തെ
നാലാമത്തെ ഒരു ഇതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫോർത്ത്, ഫേഷ്യൽ എക്സ്പ്രഷൻ. Then nervous excitability. Restlessness. Torpor. Then state of secretions. ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ലാസ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ആയിട്ടുള്ളതാണ് ഓർഗൻസ് എന്നുവെച്ചാൽ പാർട്സ് എഫക്റ്റഡ്. ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് പാർട്സ് എഫക്റ്റഡ്. ഈ പാർട്സ് എഫക്റ്റഡിൽ തന്നെ റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നുള്ളത് പോയിന്റ് കിട്ടിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ചധികം പ്രാവശ്യം നമ്മളത് പേഷ്യൻസിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിനനുസരിച്ച് നമ്മൾ റെപ്പർട്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാതെ റെപ്പർട്ടറൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മെഡിസിനിൽ എത്തിച്ചേരാൻ സാധിക്കും. സോ അപ്പോൾ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് മൊഡാലിറ്റീസ്. സെക്കൻഡ്, ഇപ്പോൾ ലെവൽ 2 എന്ന് പറയുന്നത് നമ്മളൊരു ഡിസീസ് അതിൻ്റെ എല്ലാം PQRS എല്ലാ പോയിന്റും കണക്കാക്കാവുന്ന രണ്ടാമത്തെ ഘട്ടം. അപ്പൊ ഈ ഘട്ടത്തിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൊഡാലിറ്റീസിൽ പോസിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ പിന്നെ ടൈം, ടെമ്പറേച്ചർ, വെതർ, ഓപ്പൺ എയർ, പോസ്റ്റർ, മോഷൻ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, സ്ലീപ്പ്, അതുപോലെ ഇഫ് എലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, പ്രഷർ, ടച്ച്, ഡിസ്ചാർജസ്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് മാത്രമേ മൈൻഡ് വരുന്നുള്ളൂ. മൈൻഡ്, ഇറിറ്റബിലിറ്റി, സാഡ്നെസ്, ഫിയർ. ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ കൂടുതലുള്ളത് അതിന് പ്രാധാന്യം കൊടുക്കുക. ദെൻ സെൻസേഷൻസ്. ഇപ്പൊ പുകച്ചില് പറയാറില്ലേ ചിലർ, പുകച്ചില് പറയാറില്ലെങ്കിൽ ക്രാമ്പിങ് സെൻസേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ബേഴ്സ്റ്റിംഗ് സെൻസേഷൻസ് ഉണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതെല്ലാം എലിമിനേറ്റിംഗ് റൂബ്രിക്സ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ നമ്മുടെ പേഷ്യൻസിൽ. അപ്പൊ കുറച്ചുകൂടി വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ സെലക്ഷൻ പറ്റും. ദെൻ ഒബ്ജക്റ്റീവ് ആസ്പെക്ട്, നമ്മുടെ പേഷ്യന്റിൽ കാണുന്ന കാര്യങ്ങൾ, റെസ്റ്റ്ലെസ് ആണോ, നെർവസ് എക്സൈറ്റബിലിറ്റി ഉണ്ടോ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സെക്രീഷൻസിന്റെ നേച്ചർ, കളറ്, ഓർഡർ, മണം, അത് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ. കളറ്, ഓർഡർ. ദെൻ ലാസ്റ്റ് ആണ് നമുക്ക് പാർട്സ് എഫക്റ്റ് വരുന്നത്. ഓർഗൻസിന് ഇന്ന ഓർഗൻസിൽ നമുക്ക് ആക്ട് ചെയ്യുന്ന മെഡിസിൻ അത് തന്നെ റൈറ്റ് ഓർ ലെഫ്റ്റിലാണ് കൂടുതൽ മെഡിസിൻ ആക്ഷൻ അല്ലെങ്കിൽ സിംറ്റം എവിടെയാണോ കൂടുതൽ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെവല്. ഇനി കേസ് നമുക്കൊരു അക്യൂട്ട് കേസ് അല്ല, നമ്മളൊരു ക്രോണിക് കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാലും കംപ്ലീറ്റ് സിംറ്റംസ് കിട്ടണമെന്നില്ല. സോ നെക്സ്റ്റ് പാർട്ട് എന്താണ് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലെവൽ 3. അപ്പൊ നമുക്ക് ഒരു മടിയും കൂടാതെ ഓരോ ലെവലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കേസ് എടുത്തത് മൊത്തം കംപ്ലീറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലെവൽ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ. നമ്മളെല്ലാവരും ഇപ്പം ചെയ്യുന്ന നമ്മളൊക്കെ എന്ത് വെച്ചിട്ട് റെപ്പർട്ടറൈസ് ചെയ്യാറുണ്ടല്ലോ സാധാരണ, ഇനി റെപ്പർട്ടറി ഇമോഷൻസ്. ഇനി ഈ ഇമോഷൻസിൽ തന്നെ പേഷ്യൻസ് കുറെ അധികം കഥകൾ പറയും. അപ്പൊ ഈ ഇമോഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാം? ഇമോഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 ഇമോഷൻസ് പറയാം. 5 ഇമോഷൻ. ഡോക്ടറെ ഏതാക്കിയ 5 ഇമോഷൻ? ഒരു ഇന്ററാക്റ്റീവ് സെഷനും കൂടെ ആയിക്കോട്ടെ കേട്ടോ. ഇമോഷൻസ് ആരാ പറയുന്നു? സാഡ്നെസ്, ആങ്കർ ഒക്കെയാണോ? ആങ്കർ, സാഡ്നെസ്, ആങ്കർ, ഫിയർ ഇതിലും ഉണ്ടോ? ജോയ്, അത് ഡോക്ടറാണ് സ്ഥിരം പറയണത്. സാഡ്നെസ്, ഫിയർ, ജോയ്, എനൂയി. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എനൂയി ആണോ? ആങ്കർ. യെസ്, ആങ്കർ നേരത്തെ പറഞ്ഞു ഞാൻ. ഡോക്ടർ മാത്രം ശ്രദ്ധിച്ചു, അതാണ് ശൈല ഡോക്ടർ ശ്രദ്ധിക്കാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ഇമോഷൻസിൽ ഏതാണോ കൂടുതൽ ബാധിച്ചിരിക്കുന്ന ആ പേഷ്യന്റിനെ, അപ്പൊ നമ്മുടെ അടുത്ത് പേഷ്യൻസ് കുറെ അധികം കഥകൾ പറയും.
ആ കഥകളിൽ നിന്ന് ഈ ഇമോഷൻസ് ഏതാണ് അവരെ എഫക്റ്റ് ചെയ്യണത് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ കുറെ കാര്യങ്ങൾ ഈ എലിമെന്റ്സ് ഫ്രോം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ ഈ 5 ഇമോഷൻസിൽ ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സിംറ്റത്തിനെ റെപ്പർട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് നമ്മൾ ആ കേസസ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഈ പേഷ്യന്റിനെ ഇവിടെ വെച്ച് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്താലും നമുക്ക് കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ കേസായി. കുറച്ചുകൂടി ഒരു ക്രോണിക് കേസസ് ഒക്കെ ആണെങ്കിൽ ലെവൽ 1ഉം 2ഉം ചിലപ്പം നന്നായി ആക്ട് ചെയ്യും. പക്ഷെ കുറച്ചുകൂടി എപ്പോഴും നമ്മുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണല്ലോ. അപ്പോൾ ഡീപ്പർ ലെവലിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് മാറ്റണമെങ്കിൽ ഡീപ്പർ ലെവലിലുള്ള ഡിസ്റ്റർബൻസ് അറിയും വേണം, അതിന്റെ കറസ്പോണ്ടിങ് മെഡിസിൻ കൊടുക്കും വേണം. ഇതാണ് കേസ് ടേക്കിങ്ങിന്റെ ഏറ്റവും വലിയ മോട്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓർഗനോണുള്ളതാണ് ഏറ്റവും ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ് നമ്മുടെ ഡിസീസ്. സോ നമ്മൾ ഇന്റേണൽ ഒരു ഡിസ്റ്റർബൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലെവൽ 1, 2, 3 ഹീലാവും, ഓക്കെ ആവും. ഇനി നമുക്ക് ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് കിട്ടാൻ കുറച്ചധികം നേരം കേസ് ടേക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ലെവൽ 1ലാണെങ്കിലും ലെവൽ 2ലാണെങ്കിലും അത്യാവശ്യം ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കണമെന്നുള്ള ഒരു ലെവല് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ് പറഞ്ഞാൽ ലെവൽ 1ല് പെത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ, ലെവൽ 2ല് മൊഡാലിറ്റീസിൽ തന്നെ എന്തെടുക്കണം, ലെവൽ 3ൽ വരുമ്പോൾ ഇമോഷൻസ്, ഏതൊക്കെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കണം, ഈ ഒരു 5 ഇമോഷൻസിന്. then വരുന്നതാണ് ലെവൽ 4. അപ്പോ ലെവൽ 4 വരുമ്പോൾ ഇവിടെ പ്രാധാന്യം വരുന്നത് ഡെല്യൂഷൻസ് ആൻഡ് ഡ്രീംസ് ആണ്. അപ്പോൾ ഡെല്യൂഷൻസ് ആൻഡ് ഡ്രീംസ് എവിടെ കിട്ടും? റെപ്പർട്ടറിയിലുണ്ട്. നമ്മൾ പലപ്പോഴും പല പേഷ്യൻസും പറയുന്ന കാര്യങ്ങൾ ഈ റെപ്പർട്ടോറിയൽ വേർഡിങ്സിലാക്കാൻ നോക്കാറുണ്ട്. റെപ്പർട്ടറി ഹണ്ടിങ്. അപ്പൊ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കും, അയ്യോ ഇത് റെപ്പർട്ടറിയിൽ ഇല്ല, എന്ത് ചെയ്യും? അവിടെയാണ് ഈ ലെവൽ 4 ഡെല്യൂഷൻസ് ആവാം, ഡ്രീംസ് ആവാം, അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ ലെവൽ 5 എന്നുള്ളത് സെൻസേഷൻ. ഇതാവാം പേഷ്യന്റ് പറയണത്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം അത് റെപ്പർട്ടറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ 4ഉം 5ഉം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ലെവൽ 3ല് പേഷ്യന്റിന് ഏത് ഇമോഷനാണ് കൂടുതലായിട്ട് ഡിസ്റ്റർബ് ചെയ്യണതെന്ന് നോക്കിയാൽ പോലും നമുക്ക് വളരെ കറക്റ്റായിട്ട് ആ ഒരു കേസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. Then level 4 and delusion, dream, sensation. Level 6 എന്ന് പറയുന്നത് അത് മൂന്നും ഒരുമിച്ച് പറയും. ലെവൽ 6 എന്ന് പറയുന്നത് എനർജി അല്ല, സോഴ്സ് എന്ന് പറയാം. സോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം സോഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രയോണിയ ആണ് നമുക്ക് ഒരു പേഷ്യന്റിന്റെ മെഡിസിൻ എന്ന് വിചാരിക്കും. ഈ ബ്രയോണിയ വന്നിട്ടുള്ള സോഴ്സ് എവിടുന്ന? ബ്രയോണിയെ കുറിച്ച് നമുക്ക് പറയാവുന്നത് പ്ലാന്റ് ആണത്. പിന്നെ ബ്രയോണിയെ കുറിച്ച് നമുക്ക് പറയാവുന്നത് ദിസ് ബിലോങ്സ് ടു കുക്കുർബിറ്റേസിയേ ഫാമിലി. അപ്പൊ കുക്കുർബിറ്റേസിയേ ഫാമിലിക്ക് പിന്നെ ബ്രയോണിക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക? ബ്രയോണിയനെ ഇപ്പൊ നമ്മള് ഈ എൻറ്റയർ മിനറൽ മെഡിസിൻസിന്റെ കറസ്പോണ്ടിങ് പ്ലാന്റ് മെഡിസിൻസ് മനസ്സിലാക്കാൻ അങ്ങനെ അത്രയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ ഹോമിയോപ്പതിനെ വളരെ സ്ട്രക്ചേർഡ് ആക്കിയിട്ട് തന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്കറിയാം ബ്രൈ എന്ന് പറയുന്നത് കുക്കുർബിറ്റേസിയേ ഫാമിലിയാണ്. എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? എങ്ങനെയാണ് ഈ ബ്രയോണിയുടെ ഒരു പ്ലാന്റ് നാച്ചുറൽ വളർന്നത്? കുക്കുർബിറ്റേസിയേ ഫാമിലി എന്ന് പറയുന്നത് ഈ ക്രീപ്പേഴ്സാ. അപ്പൊ ഈ ക്രീപ്പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അതിന് ഒരു സ്ഥലത്തെ വേരുകളുള്ളൂ. പക്ഷെ ഇതിന്റെ ഫ്രൂട്ട്സും അതുപോലെ ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഒരുപാട് ദൂരത്തേക്ക് പോകും. ഒരുപാട് ദൂരം ഇങ്ങനെ എഴഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പൊ ഈ പ്ലാന്റിന് ഒരു എന്തുകൊണ്ട് ബ്രൈക്ക് ഒരു ഫിയർ ഓഫ് പോവർട്ടി വന്നു, എന്തുകൊണ്ട് ബിസിനസ് ആപ്റ്റിറ്റ്യൂഡ് വന്നു എന്നുള്ളതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആ പ്ലാന്റിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ റൂട്ട് മീൻസ് ഹോമിന്ന് കുറച്ചധികം പോയി കുറെ ദൂരത്ത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഇതിന്റെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്.
ഈ ഫ്രൂട്ട്സ് പലപ്പോഴും ഈ കുക്കുർബിറ്റേസിയയിൽ എന്ന് വെച്ചാൽ മത്തൻ, തണ്ണീർമത്തൻ, നമ്മുടെ മത്തങ്ങ, ഇതെല്ലാം ഈ ഒരു ഫാമിലിയിൽ പെടുമല്ലോ. ഇതിനെല്ലാം ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ട്, ഭയങ്കര അക്യൂമുലേഷൻ ഉണ്ട്, ഭയങ്കര സൈക്കോട്ടിക് നേച്ചർ ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് ബിസിനസ് എന്ന് വെച്ചാൽ ഫിയർ ഓഫ് പോവർട്ടി ഒരുപാട് കൂടുതലാണ്. ഈ ഫിയർ ഓഫ് പോവർട്ടി, നമുക്ക് പൈസയെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ അക്യൂമുലേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അപ്പൊ ബ്രയോണിയുടെ എല്ലാ റൂബ്രിക്കുകളും ഈ കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ ഫിക്സ് ചെയ്യാം. കുക്കുർബിറ്റേസിയ ഫാമിലിയിലാണ് ബ്രയോണിയ. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ വാട്ടർ എലിമെന്റ് കൂടും. വാട്ടർ എലിമെന്റ് കൂടുമ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ബ്രയോണിയുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നേത്രത്തിന്റെ സ്റ്റേജാണ്. നേത്രത്തിന്റെ സ്റ്റേജ് വെച്ചാൽ നേത്രത്തിന് നേട്രം ലൈൻ ഓഫ് ഒരു മെഡിസിൻസിനെല്ലാം ഈറ്റിംഗ് ഹാബിറ്റ്സിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓവറായിട്ട് അവർ കഴിക്കും, അല്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല, അല്ലെങ്കിൽ അബ്സോർപ്ഷന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതെല്ലാം ബ്രയോണിക്ക് വരുന്നുണ്ട്. എക്സ്ട്രീം തേഴ്സ്റ്റ്, എക്സ്ട്രീം ഒരു വിശപ്പ് അല്ല, അതുപോലെ എക്സ്ട്രീം ഡ്രൈനസ് എന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെൻസേഷൻ ഇപ്പൊ ബ്രയോണിയ കൊടുക്കേണ്ട ഒരു കേസ് സോഴ്സ് എന്ന് പറയുന്നത് കുക്കുർബിറ്റേസിയാണ്. ഇതിന്റെ ഒരു ഈ ഒരു പ്ലാന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ ബ്രയോണിയ വേറൊരു സംഭവമാണല്ലോ, വാണ്ട്സ് ടു ഗോ ഹോം. അപ്പൊ അതും നമുക്ക് നാച്ചുറലി മനസ്സിലാക്കാം. ഇതിന്റെ ഒരു റൂട്ട് ഒരു സ്ഥലത്തും ഇതിന്റെ ഒരു എന്ന് വെച്ചാൽ ഹെഡ് അല്ലെങ്കിൽ ഒരു ക്രീപ്പറിന്റെ എൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്തായിരിക്കും. അപ്പൊ ഈ ഒരു പ്ലാന്റിന് എപ്പോഴും ആ ഒരു ഹോമിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ആ ഒരു ഹോമാണ് കംഫർട്ടിങ് സോൺ. പക്ഷെ അവർക്ക് ഈ ഒരു ഫിയർ ഓഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭയങ്കരമായിട്ട് അക്യുമുലേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് പോവർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് അവര് ഒരുപാട് കൂടുതൽ വെളിച്ചും ഒക്കെ ഉള്ളിടത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവിടെ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ എങ്ങനെ ബ്രൈ ആണ് നമുക്ക് മെഡിസിൻ സോഴ്സ് എങ്കിൽ ഡെല്യൂഷൻ എന്ത് തോന്നും? പൈസ ഇല്ലാന്ന് തോന്നും അല്ലേ? പോവർട്ടി, ഡ്രീംസ് എന്ത് കാണും? നമ്മുടെ പൈസയൊക്കെ റോബേഴ്സ് തട്ടിക്കൊണ്ടുപോകും, ഇങ്ങനത്തെ കുറെ ഡ്രീംസ് കാണും. ഇമോഷണൽ ലെവലിൽ എന്താ തോന്നുക? ഫിയർ. ഇങ്ങനെ നമ്മുടെ എവിടെയാണോ സോഴ്സ് ലെവലിൽ ഡിസ്റ്റർബൻസ് എവിടെയാണോ വരിക, ഇപ്പൊ ഒരു ബ്രയോണിയാണ് ഈ പേഷ്യന്റിന് ഡീപ്പർ ലെവലിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആയിട്ട് വരികയാണെങ്കിൽ 6th 5th ഒക്കെ ഇതിന്റെ അലകളാണ് വരിക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇമേജ് ആണ് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഇതേപോലെ സോഴ്സ് ലെവല് അല്ലെങ്കിൽ സെൻസേഷൻ ലെവല്, ലെവൽ 5 ഞാൻ എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു. ലെവൽ 5 ഇതാണ് സെൻസേഷൻ ലെവല്, ദെൻ സോഴ്സ് ലെവല്. ഈ മൂന്നും എങ്ങനെയാണ് പേഷ്യന്റിനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാല് നമുക്ക് ഇമോഷൻ ലെവലിൽ എത്തി. ഇപ്പൊ ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിട്ട് ഫിയർ ഉണ്ട്. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിയർ ഓഫ് പോവർട്ടിയോ അല്ലെങ്കിൽ ഫിയർ ഓഫ് ബിസിനസ് ഫെയിലിയറോ ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്രയോണിയെ വെച്ചിട്ടാണ് ഞാൻ പറയണേ, അങ്ങനെ തന്നെ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു കേസ് കുറച്ചുകൂടി ഡീപ്പർ ലെവലില് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ഈ വക ഫിയർ ഓഫ് പോവർട്ടി, ബിസിനസ് ഫെയിലിയർ ഒക്കെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഏത് മെഡിസിൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡെല്യൂഷൻ ലെവലില്, ഡ്രീംസ് ലെവലില് പേഷ്യന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രയോണിയുടെ ഡ്രീംസും ഡെല്യൂഷൻസും പേഷ്യൻസ് പറയാൻ തുടങ്ങും. എന്നാൽ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ചോദിക്കുകയാണെങ്കിൽ കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ സെൻസേഷൻസ് പേഷ്യൻസ് പറയാൻ തുടങ്ങും. ഇതൊരു 3 കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഡീപ്പർ ലെവലിൽ നമ്മൾ ഇമോഷൻ ലെവലിൽ കേസ് നിർത്താതെ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ആ പേഷ്യന്റെ ഫീലിങ്സ് ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസിനോട് പേടി എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഉത്തരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളധികം വീട്ടിൽ നിന്ന് അകലെയാണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് വീട്ടിലെത്തുമ്പോഴേക്കും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വരണം, ഇനിയും ഇങ്ങനെ നാട് വിട്ടിട്ട് പോകാൻ വയ്യ, ഈ വക കാര്യങ്ങൾ ഇവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ശരിക്കും നമുക്ക് ആ കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ സെൻസേഷൻസ് അവർ പറയാൻ തുടങ്ങും. ഒരു മിനിറ്റ്, കുക്കുർബിറ്റേസിയ സെൻസേഷൻസ്, ഒരു മിനിറ്റ്. ഈ ഒരു ലെവലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസേഴ്സ് അല്ലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുക്കുർബിറ്റേസിയുടെ സെൻസേഷൻ ഞാനിപ്പത് നോക്കിയിട്ടില്ല, എനിക്ക് കാണാതെ അറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ ഈ ഒരു സെൻസേഷൻ ലെവലിൽ തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ?
നമ്മുടെ പ്ലാൻ ബാച്ചിലുള്ളവർ പറയുമല്ലോ. ഞാനത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, എന്തോന്നും കൂടിയുണ്ട്, ഞാനത് നോക്കിയിട്ട് പറയാം. അപ്പൊ ഈ ഒരു ലെവലിൽ നമുക്ക് കേസസ് കിട്ടുമ്പോൾ ഇപ്പൊ സെൻസേഷൻ വെച്ചാൽ ഞാനിങ്ങനെ കാണാപ്പാടം പഠിക്കാത്ത എന്തെങ്കിലും റെപ്പർട്ടറി ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു വെക്കാറില്ല. ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ ഈ സെൻസേഷൻസ് കിട്ടുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമ്മളൊരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാന്റ് ആണ്, ഏത് അനിമലാണ് കൂടുതൽ ആ ഒരു കേസിന് യോജിക്കുക എന്നുള്ളത് കേസ് ടേക്കിങ്ങിൽ തന്നെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഒരു മിനിറ്റ്, ഇപ്പൊ തന്നെ പറയാം. സോ ഇവിടെ വെച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് ഈ സ്ലൈഡ് ഇനി നമുക്ക് ഓഫ് ചെയ്യാമോ, അതെ ഇനി തുടർന്ന് ചെയ്യാനുണ്ടോ? തൽക്കാലം ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് കാണാനും എല്ലാവരോടും പറയാൻ. ഇപ്പം ഓഫ് ചെയ്യാം. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഡോക്ടർ പറഞ്ഞ ഈ ലെവലുകളെല്ലാം ഈ 5 ലെവലാണെന്ന് തോന്നുന്നു അല്ലേ? 6 ഈ ഓരോ ലെവൽ 6 ലെവൽ വരെ പറഞ്ഞു. അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഡോക്ടർക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് നോക്കേ. ഒരു മിനിറ്റ്. അപ്പൊ ഈ ഒരു കുക്കുർബിറ്റേസിന്റെ സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് വെച്ചാൽ ഡോണ്ട് ഡിസ്റ്റർബ്, ഡോണ്ട് ഇന്ററപ്റ്റ്, ഡോണ്ട് ഡിസ്ട്രപ്റ്റ്. ആ ഒരു വേല എന്നെ പോവാൻ അനുവദിക്കുക എന്നുള്ളതാണ് പേഷ്യന്റ് പറയുന്ന സെൻസേഷൻ കേട്ടോ. അൺഡിസ്റ്റർബ്ഡ്, ക്വയറ്റ്, ലീവ് മീ അലോൺ. ഓക്കെ, പറഞ്ഞോളൂ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെന്നുള്ളവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. ആർക്കും സംശയമൊന്നുമില്ല. ആർക്കും സംശയമില്ല. ആർക്കും സംശയമില്ല അല്ലെ? ആർക്കും സംശയമില്ല. ഓക്കെ ഓക്കെ. ചിലപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായി. ഡോക്ടറെ, ഒരു ഡ്രൈനസ് വഴിതെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ സാധാരണ പേഷ്യൻസിന്റെ കേസൊക്കെ എടുത്തു കഴിയുമ്പോഴേ നമ്മളെ പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സ് വഴിതെറ്റിക്കാറുണ്ട്. ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാളൊരു മഹാരോഗിയാണെന്ന് വരുത്താൻ പലരും ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടർ സാധാരണ എന്താണ് ചെയ്യുക? ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. ലത കഴിഞ്ഞിട്ട് മതി, ഡൗട്ട് കഴിഞ്ഞിട്ട് മതി. ഡോക്ടറുടെ വേറൊരു ഡോക്ടർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ധനേഷ് ഡോക്ടറെ ചോദ്യം. പൊതുവെ കേസ് എടുക്കുമ്പോ ഈ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ബൈസ്റ്റാൻഡറിനോട് പുറത്തു പോയിരിക്കാൻ പറഞ്ഞു പേഷ്യന്റിനോട് തന്നെ ചോദിക്കും എന്താണ് പ്രശ്നം എന്ന്. അപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലേഡി, ഞാൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ എന്റെ ക്ലാസ് കേൾക്കുന്നവർക്കറിയാം. ഒരു ലേഡി വന്നിട്ട് കുറെ അസുഖങ്ങൾ, ഇപ്പൊ ആർത്രൈറ്റിസ് ആണ് ഞാൻ ഓർക്കണത്. ആർത്രൈറ്റിസ് വന്നു. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി എന്തായാലും ചോദിക്കും എന്തെങ്കിലും റീസൺസ് ഉണ്ടായോ, എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടർ ഉണ്ടോ. അപ്പൊ ഇവര് എൻ്റെ അടുത്ത് അപ്പോഴേക്കും ബൈസ്റ്റാൻഡേഴ്സ് എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടു, പുറത്തിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവരോട് എന്നെ വീണ്ടും ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പൊ പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചു, 1 വർഷമായിട്ടുള്ളൂ. അപ്പൊ അത് എന്നെ വല്ലാണ്ട് ബാധിക്കുന്നു. അപ്പൊ അതിനുശേഷമാണ്, അസുഖങ്ങൾ മുന്നേ ഉണ്ട്, കൂടിയത് അതിനുശേഷമാണ്. അപ്പൊ എനിക്ക് ഈ ഒരു പോയിന്റില് ഇമോഷനിൽ വെച്ചിട്ട് സാഡ്നെസ് അല്ലെ, ആ ലെവല് അല്ലെങ്കിൽ
നമ്മൾ സ്ഥിരം എടുക്കുന്ന എയിൽമെന്റ്സ് ഫ്രം ഡെത്ത് ഓഫ് ലവ്ഡ് വൺസോ ഹസ്ബൻഡോ ഒക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് അവിടെ നിന്നാൽ പോരാ, കുറച്ചുകൂടെ ഡീപ്പറായിട്ട് കേസ് കേട്ടണം എന്നുള്ളതിൽ ഞാൻ ചോദിച്ചു, ശരി ഈ ഡെത്ത് എങ്ങനെയൊക്കെ ബാധിച്ചു? നമുക്ക് പലതരത്തിൽ ബാധിക്കാലോ. പലതരത്തിൽ ബാധിക്കാം. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പോകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, പ്രൊട്ടക്ഷൻ പോയി എന്ന് പറയാം, അതല്ലെങ്കിൽ ഡീപ്പറായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് പോയി എന്ന് പറയാം, ആ ഒരു ലവ് കെയർ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് പോയി. ഇങ്ങനെ കുറേ അവസ്ഥയിൽ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഈ ലേഡിയോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഒറ്റപ്പെട്ട പോലെ അപ്പോൾ ഇവരൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു രക്ഷയില്ല, നമുക്ക് കുറച്ച് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ചു എന്താ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് അവർ നഷ്ടപ്പെട്ടതാണോ പ്രശ്നം? അപ്പൊ ഇവരെന്റെ അടുത്ത് ആദ്യം കുറച്ച് കഥകളും അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് അങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ സ്റ്റോറിയാണ്. ഒരു വീട്ടിലൊരു ഡെത്ത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലാണ് ആ പേഴ്സണെ നമുക്ക് ഉള്ള ഒരു റിലേഷൻ. ബാക്കിയുള്ളവർ കാണുമ്പോൾ ഹസ്ബൻഡാണ് വൈഫാണ്. അപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഒരു കഥ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി. പക്ഷെ ഈ പേഴ്സണെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മെഡിസിൻ സെലക്ഷൻ വേണം. അപ്പൊ ഈ പേഷ്യന്റിനോട് ചോദിച്ചപ്പോ ഈ പേഷ്യന്റ് പറഞ്ഞെന്താ വെച്ചാ, ഇനി പൈസയൊക്കെ വളരെയധികം കുറയൂലോ, നമുക്ക് കഷ്ടപ്പെട്ടിട്ടൊക്കെ ജീവിക്കണ്ടേ, എന്റെ ലക്ഷറി ലൈഫ് പോയി. അപ്പൊ നമ്മൾ എയിൽമെന്റ്സ് ഫ്രോം ഡെത്ത് ഓഫ് ഇതെടുക്കൂ, അത് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും റൂബ്രിക് എടുക്കൂ. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ചെയ്യണേ ഒരിക്കലും ബൈസ്റ്റാൻഡറിനെ റൂമിൽ നിർത്താറില്ല. പ്രിലിമിനറി അവർക്ക് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് പുറത്തുനിന്നോട് പേഷ്യന്റിനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്, ഇതൊരു കോൺട്രവേഴ്സി ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പൊ ലിവർ ഡിസീസ് ആണെന്ന് വരുന്ന വെച്ചാല് ഞങ്ങൾ ജനറൽ ന്യൂ മെഡിസിൻ GNM പോയി നോക്കും എന്തായിരിക്കാം ലിവർ കംപ്ലൈന്റിനുള്ള കാരണങ്ങൾ. ഇതൊക്കെ കുറെ കോമൺ കാരണങ്ങളൊക്കെ നമുക്കറിയാം. അതല്ലാതെ നോക്കിയിട്ട് പേഷ്യന്റിനോട് ആ ഒരു ലെവലിൽ തന്നെ ചോദിക്കും, എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ ലിവറിന് വരണമെങ്കിൽ, അതല്ലെങ്കിൽ തൈറോയിഡിന് വരണമെങ്കിൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നോ എന്ന് ചോദിക്കും. അപ്പൊ അത്രയും ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ഈ ഒരു ഇടയ്ക്ക് ബാക്കിയെല്ലാം പേഷ്യന്റ് ഓൺ ലാംഗ്വേജിലാണ് നമ്മൾ റെക്കോർഡിൽ എഴുതണേ, ഒരു ഇന്റർപ്രിറ്റേഷനും നമ്മുടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ പേഷ്യന്റ് കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയാറുണ്ട് ധനേഷ് ഡോക്ടറെ. അപ്പൊ അതിൽ നമ്മുടെ ഒരു ഇന്റർപ്രിറ്റേഷൻ വരില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥയില് നമുക്ക് എയിൽമെന്റ്സ് ഫ്രോം ലവ് അങ്ങനെ ഡെത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വഴി തെറ്റി പോവുമല്ലോ. ഇത് ആ പേഷ്യന്റിനെ സംബന്ധിച്ചുള്ള ഇതൊരു കഥ അല്ല, ഒരു അവസ്ഥ മാത്രം. ഡീപ്പറായിട്ട് അവർക്ക് എന്താണ് പ്രശ്നം പറയണ വെച്ചാൽ അവരുടെ ലക്ഷറി നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ആ ഒരു ധനേഷ് ഡോക്ടർ സംശയം അല്ല ഡോക്ടറെ, കഴിഞ്ഞു. അതെ. ഇതൊരു ആരും ചോദ്യം ഒന്നും ചോദിക്കാതിരുന്ന് ആകപ്പാടെ ഡ്രൈ ആയതുകൊണ്ടാണ് ഞാനൊരു കടുകെട്ടി ചോദ്യമാണ്. ശരി. ഉത്തരം പറയണമെങ്കിൽ ഡോക്ടർ ഉദ്ദേശിക്കുന്ന പോലെ 5 മിനിറ്റ് പോരാതെ വരും. അതായത് ഈ ഒരു കേസിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ശരി. അതായത് നമ്മൾ ബൈസ്റ്റാൻഡറെ നിർത്തി ബൈസ്റ്റാൻഡറെ പുറത്തിറക്കി കാര്യം ചോദിക്കുമ്പോൾ രോഗി പറയും, എൻ്റെ ഡോക്ടറെ ഇവരൊക്കെ എങ്ങനെയെങ്കിലും എൻ്റെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് എന്നെ രോഗിയായിട്ട് ഒരു മൂലക്കിരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത്, എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ എൻ്റെ അസുഖങ്ങളൊക്കെ അങ്ങ് ആകപ്പാടെ കൂടും. ഇതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് ഞാനിത് എങ്ങനെ പറയും ഡോക്ടറോട്, എനിക്ക് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ എന്തായാലും ഡോക്ടറെ ഇതാണ് പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പിന്നെയും കാര്യം മാറുകയാണ്. കാരണം ഇവരുടെ പ്രോപ്പർട്ടി ലോസ് എല്ലാം ഇപ്പോൾ ഭർത്താവ് വില്ലും എഴുതി വെച്ചില്ല, ഒന്നും എഴുതി വെക്കുന്നതിന് മുമ്പാണ് പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ മരിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ സംഭവങ്ങളെല്ലാം ഇനി ഈ നാത്തൂന്മാരും അളിയന്മാരും ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വന്നാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇവരൊരു മാനസിക രോഗിയാക്കാൻ വരെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കിനി ഭാവിയിൽ ഞാനൊരു മാനസിക രോഗിയായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. ഇതൊന്നും ഇവർ ഡോക്ടറോട് പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രോഗികൾ ഒളിച്ചു വെക്കാറുണ്ട്. ഈ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. തിരിച്ചും സംഭവിക്കാറുണ്ട്. ഈ രോഗി ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിച്ച് കളയും. രോഗി മുഴുവൻ ഈ ബൈസ്റ്റാൻഡേഴ്സിനെ എല്ലാം പറഞ്ഞ് അവരെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ ഇവരിൽ നിന്ന് രോഗി നമ്മളെ അങ്ങ് മാറ്റും.
അപ്പോൾ അവിടെയും കഥ മെനഞ്ഞെടുക്കാൻ രോഗി മിടുക്കുകയാണെങ്കിൽ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് കേസ് പോകും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഡോക്ടർക്കുണ്ടെങ്കിൽ ഡോക്ടർ സക്സസ്ഫുൾ ആവും, റൈറ്റ് റെമഡി വരും. അല്ലെങ്കിൽ എയിൽമെൻറ്റ്സ് ആഫ്റ്റർ ഡെത്ത് എന്നും പറഞ്ഞ് നമ്മൾ അല്ലെ എയിൽമെൻറ്റ്സ് ആഫ്റ്റർ ഷോക്ക് എന്നും പറഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്താൽ എവിടെ രോഗം മാറും? ഓക്കെ, അപ്പൊ ധനേഷ് ഡോക്ടർ പറഞ്ഞ കണക്കുള്ള എയിൽമെന്റ്സ് ഫ്രോം ഡെത്തും വരാം, സ്മിത ഡോക്ടർ പറഞ്ഞ കണക്കുള്ള എയിൽമെന്റ്സ് ഫ്രോം ഡെത്തും വരാം. രണ്ടും വ്യത്യസ്തമായ ഡെത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോ ഇനി ലതാറ്റി മേനോൻ ഡോക്ടർ ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്തേ ഡോക്ടറെ, ചോദിച്ചോളൂ, എന്താ സംശയം? ഹലോ, ഗുഡ് ഈവനിങ്. അതായത് അക്യൂട്ട് കേസസിൽ നമ്മൾ കുറേ ലെവല് 1, 2, 3 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലെല്ലാം കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കോസേഷൻ തന്നെയാണെങ്കിൽ അത് റെപ്പട്രൈസ് ചെയ്യുന്നതിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ക്ലിയർ ആയില്ല. പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് പേഷ്യൻസ് അല്ല നമ്മള് ഡോക്ടേഴ്സ് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് എല്ലാ പോയിന്റ്സും കളക്ട് ചെയ്യാൻ നോക്കണ്ട. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, അതിൽ ഏത് പ്രാധാന്യം വേണമെന്ന് എപ്പോഴും നമുക്ക് ചിന്തിക്കാറില്ലേ? ഇപ്പൊ അക്യൂട്ട് കേസസിൽ കുറെ സിംറ്റംസ് കിട്ടും, എവിടുന്ന് ഏത് റെപ്പട്രൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിൽ ഉള്ള ഒരു എന്താ പറയാ, വളരെ പ്രാധാന്യമുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലെസ് പ്രാധാന്യമുള്ളതാണ് താഴത്തേക്ക് വരുമ്പോൾ. അപ്പൊ വളരെയധികം ആദ്യം പറഞ്ഞിരിക്കുന്നത് പൊസിഷൻ, ടൈം, വെതർ ഒക്കെ 1 മുതൽ 6 വരെ ഓരോ കിട്ടുന്ന പോയിന്റ്സിന്റെ ഏറ്റവും പ്രാധാന്യം നമുക്ക് എന്തിനും അല്ല, ഒന്നിനായിരിക്കുമല്ലോ ഏറ്റവും ഫസ്റ്റ് ലെവലിലുള്ളത് ഏറ്റവും പ്രധാനം, സെക്കൻഡ് അത് കഴിഞ്ഞ്, അങ്ങനെയല്ലേ? ഒന്നിനാണ് ഏറ്റവും കോസേഷൻ. അങ്ങനെ അവസാനം വരെ ഓരോ പ്രാധാന്യം അനുസരിച്ചാണ് അതിനെ ഓരോ ലെവലാക്കി. ബാക്കി ടൈമിനുണ്ട്, അത് കഴിഞ്ഞ് വെതർ, അങ്ങനെ. യെസ്, മൈൻഡില് ആ ഒരു 3rd പോയിന്റ് നമുക്ക് വരുള്ളൂ അക്യൂട്ടിലാകുമ്പോ. നമ്മൾ കുറെ പ്രാവശ്യം ഈ ചാർട്ട് ചെയ്യാൻ നമ്മള് തീർച്ചയായിട്ടും ഇന്നത്തെ ഡോക്ടറുടെ ക്ലാസ് വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഇനി ഒരു പേഷ്യന്റ് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊന്ന് നമ്മളും ചാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ സൗകര്യം, പെട്ടെന്നൊരു മെഡിസിനിലേക്ക് എത്താൻ സാധിക്കും. വളരെ വളരെ വിലപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇനി ഡോക്ടർക്ക് എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? കുറച്ച് എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? പറയാം. എന്ന് വെച്ചാല് നമുക്ക് നമ്മള് ഒന്നുകൂടി എന്തിനാണ് കേസ് ടേക്കിംഗ് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. അപ്പോൾ കേസ് ടേക്കിങ്ങില് 3 കാര്യങ്ങള്, ഒന്ന് നമ്മുടെ മൈൻഡ് എടുക്കുകയാണെങ്കിൽ, ഒന്ന് കോൺഷ്യസ് മൈൻഡ്, 2 സബ് കോൺഷ്യസ്, മൂന്നാമത് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ പലപ്പോഴും കേസ് ടേക്കിങ്ങിന് ലെവൽ 3 വരെ കേസ് എടുക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ലെവൽ 3 എടുത്ത് നമുക്ക് നന്നായിട്ട് മൈൻഡ് കിട്ടിയെങ്കിലും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് വരെ എത്തുള്ളൂ. ഡീപ്പ് സബ് കോൺഷ്യസ് മൈൻഡില്, അൺകോൺഷ്യസ് മൈൻഡില് നമുക്കറിയില്ല, നമുക്ക് തന്നെ ആ പേഷ്യന്റിന് തന്നെ നമ്മുടെ ഉള്ളില് ഡീപ്പർ ലെവലിൽ എന്ത് ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയില്ല. അപ്പൊ ചില പേഷ്യൻസ് പറയും എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു, എന്താ റീസൺ അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് സഹായിക്കാൻ പറ്റും. ഈ അൺകോൺഷ്യസ് ലെവലില് ഡീപ്പർ പാറ്റേൺസ്, പേഷ്യന്റിനോട് തന്നെ ഏതെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് പോയിന്റ് ഡീപ്പറായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഫീലിങ്സ് ചോദിക്കുകയാണെങ്കിൽ, ഈ അൺകോൺഷ്യസ് ലെവലില് ഡീപ്പർ ഹിഡൻ ആയിട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ളത് ഓട്ടിസ്റ്റിക് കുട്ടികളുടെ കേസ് വരുമ്പോൾ പലപ്പോഴും അമ്മയുടെ പ്രഗ്നൻസി ഹിസ്റ്ററി ആണ് നോക്കാറ്. ആ ഒരു സമയത്ത് വളരെ കറക്റ്റ് ആയിട്ട് മെഡിസിൻ കിട്ടാൻ ഈ ഒരു വിഭാഗം പേഷ്യൻസിന് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സൈക്കാട്രിക് കേസസിൽ സബ് കോൺഷ്യസ് ലെവൽ വരെ നമുക്ക് മനസ്സിലാവും, പിന്നെ ഡീപ്പർ പറയുന്ന പാറ്റേൺ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇത് എങ്ങനെ റെപ്പർട്ടറി ലാംഗ്വേജിൽ എത്തിക്കാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ലെവലിൽ നമുക്ക് ഡെല്യൂഷൻ റെപ്പർട്ടറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെൻസേഷൻ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ റെപ്പർട്ടറികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പർ പാറ്റേൺ അല്ലെങ്കിൽ ഡീപ്പർ ഡിസ്റ്റർബൻസ് പിന്നാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ശരിക്കും നമ്മൾ കേസ് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ലെവലിലെ ഡിസ്റ്റർബൻസ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെഡിസിൻ കൊടുക്കാം. ആ എനർജി ഡിസ്റ്റർബൻസിനുള്ള മെഡിസിൻ കൊടുക്കാന്നാണല്ലോ. അപ്പൊ അത് എങ്ങനെ നമുക്ക് കേസ് എടുക്കണം എന്നുള്ളതിനൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. വേറെ കുറെ സിംറ്റംസ് റെപ്പർട്ടൈസ് ചെയ്യാതെ നമ്മൾ ഏത് വഴിക്ക് എങ്ങനെ ചെയ്യണം, എത്ര ഡീപ്പറായിട്ട് നമുക്ക് പേഷ്യന്റ് ക്യൂർ ആവശ്യമാണ്, അല്ലെങ്കിൽ എത്ര ഡീപ്പറായിട്ട്
പേഷ്യന്റ് ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചാലും മനസ്സിലാവും തോന്നുന്നല്ല, ചെയ്യാറുള്ളതാണ്, പറ്റാറുണ്ട്. ഒരു പുതിയ സബ്ജക്റ്റ് ആവും അല്ലെ കുറെ പേർക്ക് ഇങ്ങനെ അതെ. ചെയ്ത ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ ഓട്ടിസം കേസൊക്കെ നമുക്ക് കുറെ കുട്ടികൾ വർത്താനം പറഞ്ഞു തുടങ്ങി, അതുപോലെ സൈക്യാട്രിക് ഷിസോഫ്രീനിയ ഒക്കെ വളരെ നന്നായിട്ട് മാറാറുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു 3 ലെവലിലാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയായിരുന്നത്. കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റർ ആണ് റിസൾട്ട്. അതുപോലെ ഡ്യൂറേഷൻ, ആ ഒരു ക്യൂറാണ് പറയുന്നത്, പാലിയേഷൻ അല്ല, ക്യൂറിന്റെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് കുറച്ചധികം കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം, ഈ കേരളത്തിലെ എല്ലാ ഡോക്ടേഴ്സും ലെവൽ 3 വരെ നന്നായിട്ട് റെപ്പർട്ടറി നന്നായിട്ട് യൂസ് ചെയ്യാറിയാം. പല ടൈപ്പ് റെപ്പർട്ടറികൾ അറിയാം. ഓരോ ഡിസീസസിനും അല്ലെങ്കിൽ ഓരോ കണ്ടീഷനുകളും എത്ര റെപ്പർട്ടറികളുള്ള ഭയങ്കര ഹൈ പത്തോളജിക്കൽ കേസസ് വന്നാണെങ്കിൽ ബോറിക്ക് ചെയ്യാം, നെർവ് ചെയ്യാം, അക്യൂട്ട് അല്ല കേട്ടോ, അതൊക്കെ എല്ലാത്തിനും അറിയാം, പക്ഷെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണല്ലോ ചെയ്യാൻ, അതൊക്കെ TPV ഒക്കെ. അപ്പൊ ഈ ഒരു അക്യൂട്ട് കേസസിൽ ഫീവർ ഒക്കെ ബോഗർ സിനാപ്റ്റിക് ചെയ്യും. അപ്പൊ അതൊക്കെ മാത്രം പഠിച്ചാൽ പോലും വളരെ നല്ല റിസൾട്ട് കിട്ടും. ഒരു ലെവൽ 3ലാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ കെൻഡ് കംപ്ലീറ്റ് റെപ്പർട്ടറി ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ കുറെ റെപ്പർട്ടറികൾ നമുക്ക് അറിയാമെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് ചാപ്റ്ററിങ് എവിടെയാന്ന് വെച്ചാൽ അറിയാമെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ഏത് ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു പേഷ്യന്റിന് നമുക്ക് എത്രത്തോളം ഡീപ്പർ ലെവലിൽ മെഡിസിൻ കൊടുക്കണം, അതനുസരിച്ച് നമ്മുടെ കേസ് ടേക്കിംഗ് രീതികളും മാറ്റാൻ പറ്റും. ഈ സ്റ്റേജിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാണ്ട് അതിനകത്ത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം കേസ് ടേക്കിംഗ് ഒന്ന് സെഷൻ എടുക്കുമോ. അപ്പൊ ഇതിലിരിക്കുന്ന കുറച്ച് പേർക്ക് അത് വേണിച്ച് അല്ല അങ്ങനെ ആ ക്ലാസ്സിന് വേണ്ടി കയറിയ ആൾക്കാരുണ്ട്. പറയും. അങ്ങനെ കയറിയവർക്കെല്ലാം വളരെ പ്രയോജനം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ കേസ് ടേക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഡോക്ടർ ഐശ്വര്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. മാഡം കുർബിറ്റേസിയ ഫാമിലിനെ പറ്റി പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫാമിലിനെയും കൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? നമ്മള് റെസ്റ്റോക്സിന്റെ സിംറ്റം പറയൂ. എന്താ റെസ്റ്റോക്സിന്റെ സിംറ്റം? കാണാപ്പാടെ ഒരു ഫാമിലി എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. എന്താ മറ്റേ റെസ്റ്റോക്സിന്റെ സിംറ്റം എന്ന് പറയൂ. എന്താ മുട്ടുവേദനയ്ക്ക് എന്താ പേഷ്യന്റ് പറയാ? Aggravation on first motion, rise. ഓക്കെ, സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സെൻസേഷൻ അല്ലേ, അങ്ങനെ പറയില്ലേ? മുട്ട ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണം, നടക്കാൻ പറ്റുന്നില്ല, ഫസ്റ്റ് മോഷൻ എന്ന് പറയില്ലേ, സ്റ്റിഫ്നെസ് പറയില്ലേ? Stiffness. യെസ്. ഞാനൊരു പേഷ്യന്റ് ഒരു സംഭവം പറയാം. ആ പേഷ്യന്റിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിന് നടക്കാൻ ഒട്ടും വയ്യ, ഒട്ടും നടക്കാൻ പറ്റണില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ആൾക്കാർ ഇരിക്കുമല്ലോ 2 സൈഡിലും. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് നേരെ നടക്കും, ഒരിക്കലും അത് കാണിക്കില്ല, നേരെ നടക്കും. പിന്നെ ക്ലിനിക്കില് ഉള്ളില് നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അയ്യോ കൊണ്ട് നിൽക്കും, അത്രയും പെയിനാണ്, സിവിയർ പെയിനാണ്, ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലേ. അപ്പോ അദ്ദേഹത്തിന് കേസ് എടുക്കുക എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ ലെവലില് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, സിംഗിൾ മെഡിസിൻ കൊടുക്കുമ്പോൾ മൈൻഡും കൂടി അറിയണല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയാണെങ്കിൽ ഡീപ്പർ ഡിസ്റ്റർബൻസ് അറിയണം. അപ്പൊ അദ്ദേഹം വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എനിക്കറിയാം അവരുടെ ഫാമിലിയൊക്കെ. ഒരിക്കലും നമ്മളോട് ഡീപ്പർ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡീപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് ഇമോഷൻ ലെവലൊന്നും വെളിപ്പെടുത്തില്ല. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് നടക്കണത്. നമുക്കറിയാലോ, റിസപ്ഷനിലെ CCTV നോക്കിയാൽ കാണാലോ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, അദ്ദേഹം ഇങ്ങനെ ഇത്രത്തോളം എല്ലാവരും പേഷ്യൻസ് അല്ലേ, ഡോക്ടറെ കാണാൻ വരുമ്പോ എന്തെങ്കിലും അസുഖം ഉണ്ടല്ലോ, എന്തിനാ അത്രയും ഹൈഡ് ചെയ്യണേ എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് എന്റെ മുന്നിലെത്തിയപ്പോ ഞാൻ ജസ്റ്റ് ചോദിച്ചു, എന്താ അത്രയധികം സ്റ്റിഫാണോ നീ ജോയിന്റ്, എന്താ ഇങ്ങനെ നടക്കുമ്പോ ഭയങ്കരമായിട്ട് മുടന്നുണ്ടല്ലോ, അത്രയും പെയിൻ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, പക്ഷെ മോശല്ലേ, ബാക്കിയുള്ളവരെ കാണുന്നത് ഇപ്പൊ മോശല്ലേ. അപ്പൊ ഞാൻ എക്സ്ട്രീം സ്ട്രഗിൾ എടുത്തിട്ട് എന്റെ മുഖത്തൊരു ഭാവം വരുത്താതെ ഞാൻ നന്നായിട്ട് നടക്കും മറ്റുള്ളവരുടെ മുന്നിൽ. അത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ,
ഭയങ്കര സ്റ്റിഫാണ്, ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് പോകും. ഈ സ്റ്റിഫ്നെസ് കുറച്ച് കുറവ്, കുറച്ചൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കുമ്പോഴേക്കും വീണ്ടും ഭയങ്കര സ്റ്റിഫ് ആവുന്നു. അപ്പൊ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ഈ സ്റ്റിഫ്നെസ് വെച്ച് നമുക്കൊന്നും ലെവൽ 1, 2 മെഡിസിൻസും കാര്യമില്ല. അപ്പോ ഞാൻ ചോദിച്ചു എന്താ ടെൻഷൻസ്? എനിക്കൊരു ടെൻഷനും ഇല്ല, കാരണം എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആണ്, ഓക്കെ ആണ്. അപ്പൊ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഓസ്റ്റിയോആർത്രൈറ്റിസ് വരണമെങ്കിൽ, ഇത്രയും ഡീജനറേഷൻ ആ ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ ഭയങ്കരമായിട്ട് കാര്യമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും. എനിക്ക് സ്ട്രെസ്സിന്റെ കാരണം അറിയണ്ട, ആ സമയത്ത് എന്താണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്ത് സ്റ്റേറ്റ് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് ഞാന് കോവിഡ് സമയം വന്നു, കുറച്ച് ബുദ്ധിമുട്ടിട്ടോ, ഒരു 5-10 മിനിറ്റ് എടുത്തു ഇതൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ. കോവിഡ് സമയം വന്നപ്പോൾ എനിക്ക് കഷ്ടപ്പെട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകേണ്ടവന്നു. അവിടെ പോയി ജോലിയുടെ കാര്യത്തിന് പോയപ്പോൾ എനിക്ക് അന്നത്തെ രാത്രി മുഴുവൻ തോന്നിയത് എന്താന്ന് വെച്ചാല് എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ മാത്രം നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, എനിക്ക് എന്താണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള കഥകളൊന്നും അറിയണ്ട, ഓൺലി യുവർ ഫീലിങ്സ്. അപ്പോൾ അതെ, ഞാൻ അന്ന് മുതലേ വിചാരിക്കുന്നതാ, ഞാൻ ലൈഫിൽ ശരിയായിട്ടില്ല, ഞാൻ നിൽക്കുന്നു, ബാക്കിയുള്ളവർ നടക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് സിവിയർ ആയിട്ട് പെയിൻ വന്നു. അങ്ങനെ അവിടുത്തെ ഓർത്തോനെ കണ്ടു, എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്, സ്ട്രെസ് കുറയ്ക്കണമെന്ന് അവർ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ ആകെയുള്ള ഇദ്ദേഹത്തിന്റെ സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റക്കാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സെൻസേഷൻ വരുന്നത് അനാകാർഡേസിയ ഫാമിലിയാണ്. നമ്മൾ പഠിച്ച റെസ്റ്റോക്സ്, അനാകാർഡേസിയ ഫാമിലിയാണ് റെസ്റ്റോക്സ്. പക്ഷേ അപ്പൊ ഈ അനാകാർഡേസിയ ഫാമിലിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ് റെസ്റ്റോക്സ്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന റെസ്റ്റോക്സ് ആണ്, നമുക്ക് ഫെമിലിയർ റെസ്റ്റോക്സ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വരുമ്പോ ഉള്ള ഒരു കാര്യങ്ങളില്ലേ, എന്റെ ഇന്നർ വീക്ക്നെസ് ആയിട്ടാ വരാറ്. ഇദ്ദേഹം മാത്രമാണ് ഇങ്ങനെ ഹൈഡ് ചെയ്താൽ ഞാൻ കണ്ടത്, എന്റെ ഇന്നർ വീക്ക്നെസ് ബാക്കിയുള്ളവർ അറിയരുത്, അതിനെ മൂടി പിടിച്ച് നടക്കുക. ദാറ്റ് ഈസ് സൈക്കോട്ടിക് മയാസം. അപ്പൊ അനാകാർഡേസിയ ഫാമിലി സ്റ്റക്കാണ് സെൻസേഷൻ, ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആവുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏത് മയാസാണ്? സൈക്കോട്ടിക് മയാസം. കവറപ്പല്ലേ? കവറപ്പാണ്. അപ്പൊ അതിൽ വരുന്നതാണ് മാംഗിഫറ ഇൻഡിക്ക, നമ്മുടെ മാംഗോ. അത് കൊടുത്തിട്ട് വിത്തിൻ 3 months കംപ്ലീറ്റ്ലി ആ കേസ് ഓക്കെ റിവേഴ്സ് ആയി. ഇതുവരെ ഞാൻ 3 കൊല്ലം 4 കൊല്ലമായിട്ട് അറിയുന്ന കേസ്, ഒരിക്കലും അത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അനാകാർഡേസിയ ഫാമിലിയുടെ സെൻസേഷൻ എന്ന് പറയുന്നത് സ്റ്റക്കാണ്. പേഷ്യന്റ് മെന്റൽ ലെവലിലും ഫിസിക്കൽ ലെവലിലും ചിലപ്പോൾ ഈ സെൻസേഷൻ പറയാം. നമുക്കത് അത്രയും ഫെമിലറൈസ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോണതാണ്. പിന്നെ നമുക്ക് റെപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ റെസ്റ്റോക്സ് ആണ് വന്നു വെച്ചാൽ ദാറ്റ്സ് ഓൺലി റെപ്രസെന്റേറ്റീവ് ഓഫ് അനാകാർഡേസിയ ഫാമിലിയിൽ. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മയാസം അദ്ദേഹം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, മയാസം എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദി പേഷ്യന്റ്. അസുഖം വന്നാൽ ആ പേഷ്യന്റ് എങ്ങനെയാണ് ഡിസീസിനെ മെന്റലി എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്, ഭയങ്കര വിഷമത്തിൽ ഞങ്ങൾ കുറെ ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണോ, അത് കവറപ്പ് ചെയ്ത് കിടക്കുകയാണോ, അങ്ങനത്തെ കുറെ സ്റ്റേജസ് ഇതുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആക്കാൻ പറ്റും. ഐശ്വര്യക്ക് മനസ്സിലായല്ലോ അല്ലെ? എഗെയിൻ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റ് അല്ലേ? ആക്ച്വലി ഒന്ന് നോക്കി നോക്കൂ, സ്റ്റക്ക് സെൻസേഷൻ എല്ലാ അനാകാർഡേസിയ പറയും. യെസ് മാം, എക്സൈറ്റഡ് ആയി കൂടുതൽ അറിയാനായിട്ട്. ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു ഫുൾ ടൈം വേണ്ടിയിരുന്നെന്ന് തോന്നി. കേസ് ഇങ്ങനെക്കാളും ഓരോ പ്ലാൻ വെച്ചിട്ട് അറിയാൻ തോന്നണം. ഓക്കെ ഐശ്വര്യ ഡോക്ടറെ. അടുത്തത് ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചു. കേക്കാം. ഡോക്ടറെ ഞാൻ അഭിനന്ദിക്കാനാണ് കയറിയിരിക്കുന്നത്. വളരെ നന്നായിരിക്കുന്നു. ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കേസ് ടേക്കിംഗ് ആണ് ഇത്. ഈ വഴിയും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് ഈ ഓരോ ഡോക്ടർമാർക്ക് ഓരോ കംഫർട്ടബിൾ ആയിട്ടുള്ള കേസ് ടേക്കിംഗ് ഉണ്ട്. ആ കംഫർട്ടബിൾ ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെ പോവുകയാണെങ്കിൽ
കറക്റ്റ് മരുന്നിൽ എത്തിച്ചേരാൻ പറ്റും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്, ഡോക്ടറുടെ ഈ മെത്തേഡ് ഇപ്പൊ സൈനോപ്റ്റിക്കിൽ ആണോ ഡോക്ടർ ഇത് ബേസ് ചെയ്തിരിക്കുന്നത്? ലെവൽ 2 പറഞ്ഞത് സിനോപ്റ്റിക്കിയാണ്. സൈനോപ്റ്റിക്കിയാണ്. അപ്പൊ ഈ സൈനോപ്റ്റിക്കി വെച്ച് നോക്കി ഇത്രയും ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് മെഡിസിൻ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ in my opinion, there is 11 method of case taking. In my opinion, 11 type of case taking ഉണ്ട്. അപ്പോൾ അതില് ഇത് ഒരു വൺ ഓഫ് ദി മെനി ആണ്. ഇത് ഇതുവഴി തന്നെ പോയി ഡോക്ടർ ഷൈൻ ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാൽ ഏത് ഭാഗത്തൂടാണോ ഏത് വഴിയാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ആ വഴി പോകണം. അത് വേറെ ധാരാളം വഴികളുണ്ട് ഹോമിയോപ്പതിയിൽ. അതാണ് ഹോമിയോപ്പതിക് സിസ്റ്റത്തിന്റെ ബ്യൂട്ടി. സോ റിയലി ഐ ആം അപ്രീഷിയേറ്റിംഗ്. അതുകൊണ്ട് ഈ വഴി തന്നെ നോക്കും. ഓക്കെ ഹരിഹരൻ സാറേ, നമ്മളെ സമയം ഏകദേശം അവസാനിക്കാറായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം 1 മിനിറ്റ് 2 മിനിറ്റ് കൂടെ ഉണ്ട്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ല. 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു, വളരെ പ്രയോജനം ചെയ്യും. ഈ ഒരു ലെവലിൽ എല്ലാം ഒന്ന് എഴുതി വെച്ച് എല്ലാവർക്കും ഇത് എന്താണ് ഈ കേസ് ടേക്കിംഗ് മെത്തേഡ് താല്പര്യമുള്ളവർക്കെല്ലാം ഇത് വളരെ പ്രയോജനം ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ഐശ്വര്യയെ ക്ഷണിക്കും. ഐശ്വര്യ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. Yes, ma'am. സ്മിത ഡോക്ടർക്കുള്ള Madam. നന്ദി രേഖ. ഓക്കെ. Okay. ഹായ്, ഡോക്ടർ ഐശ്വര്യാണ്. ഇന്നിപ്പോ ഈ ഒരു ഫാമിലിനെ പറ്റി കേട്ടപ്പോ പേഷ്യന്റ് പറഞ്ഞ പല സെന്റൻസുകളും നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി. ആ പേഷ്യന്റ് ഇതായിരിക്കുമല്ലോ അപ്പൊ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഏത് ലെവലിൽ അവരെ കെയർ ചെയ്യണം, ഏത് ലെവലില് മെഡിസിൻ കൊടുത്താലാണ് അവരുടെ അത് നമ്മളെ ചൂസ് ചെയ്യണേ. അത് നമ്മുടെ ഒരു കഴിവനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര അനുസരിച്ചിട്ട് നമുക്ക് പുതിയ വഴികളിലേക്ക് പോയാൽ പുതിയ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഡോറാണ് ഇപ്പൊ അത് തുറന്നു കിട്ടിയത്. ഞാൻ പലതവണ മാഡത്തിന്റെ അടുത്ത് പോയി പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്ക് ആയി പോയതാണ്. വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പ്ലാന്റ് കിങ്ഡം, മിനറൽ കിങ്ഡം, അനിമൽ കിങ്ഡം, അത് വേറെ തന്നെ ഒരു ഏരിയയാണ്. നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയാൽ ഇതും ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ഡീപ്പർ സെൻസേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ഹോമിയോപ്പതിക്കും രോഗികൾക്കും അത് ഒരു നല്ലൊരു കാര്യമായിരിക്കുള്ളൂ നമ്മളെ കൊണ്ട് അത് പഠിക്കാൻ പറ്റിയാൽ. സോ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാതിലിലൂടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റും. സോ മാഡത്തിന് അത് ഇനിയും ക്ലാസ്സുകൾ എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി ഡോക്ടർ ഐശ്വര്യ. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ സ്മിതയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇന്ന് ഈ മലയാളം സെഷനിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.